ഇപ്പൊ വിളിക്കാൻ തന്നെ കാരണം അതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ നാട്ടിൽ ഗ്രൂപ്പിലൊക്കെ സ്ഥാപനത്തിന്റെ ഗ്രൂപ്പിലൊക്കെ സാദിഖലി തങ്ങളുടെ പേരിലുള്ള ഒരു വീഡിയോ, പേരിലല്ല സാദിഖലി തങ്ങളുടെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അഥവാ ഇതൊക്കെ എപ്പോഴും സമസ്തന്റെ കീഴിലാണ്, സമസ്ത ഇതിനെ എതിർത്തിട്ടില്ല, മുഷാവറയിലുള്ള ആരും തന്നെ അതിനെതിരെ അങ്ങനെ അത് കുട്ടി പറഞ്ഞിട്ടുമില്ല, അതൊന്നും നമ്മള് സാധിക്കലി സമസ്തന്റെ തങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് രേഖകളിലൊന്നും. സമസ്ത എന്തൊക്കെ ആവശ്യപ്പെട്ടോ അത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ അതേപടി തന്നെ നടത്തുള്ളൂ എന്നും പറഞ്ഞിട്ടാ പലരും നടത്തുന്നത്. അതായത് സമസ്ത ആവശ്യപ്പെട്ട പല കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ പിന്നെ പേരെടുത്തൊന്നും പറയുന്നില്ല. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സലാം ബാക്കു ഉസ്താദ് അല്ലേ? അതെ, അങ്ങനെ ഒരു സംഘടനാ പ്രവർത്തകരായിരുന്നു. ഉബൈദ് എന്നാണ് പേര്. എവിടെ ചെറിയ സ്ഥലം? ഞാൻ കൊടുവള്ളിയാണ്. ആ, ഒരു ചെറിയൊരു ചർച്ച ഇങ്ങനെ നാട്ടിലൊക്കെ ഇങ്ങനെ നടന്നപ്പേ അതിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ സംശയ നിവാരണത്തിനുള്ള അർത്ഥത്തിൽ വിളിക്കുകയായിരുന്നു ഉസ്താദിനോടെ. ഈ നാട്ടിൽ നടക്കുന്ന ചർച്ചക്കൊക്കെ ഇപ്പൊ എന്തിനാ ഇപ്പൊ നിങ്ങള് ഇതാക്കാൻ നിൽക്കണം, സംശയം തീർക്കാൻ നിൽക്കണം? അതല്ല, നിങ്ങൾക്ക് എന്താ വല്ല വെച്ചാല് ആവശ്യം ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അല്ല, നാട്ടില് നടക്കുന്ന ചർച്ച എന്ന് ഉദ്ദേശിച്ചത് നമ്മളോടും ഭാഗമായതുകൊണ്ടാണ്. നമ്മളീ പലരും മെൻഷൻ ചെയ്യുക, നമ്മൾ സംഘടനയുടെ ഒപ്പം നിന്നതിന്റെ പേരിൽ നാട്ടു പ്രതിരോധത്തിലായി അല്ലെങ്കിൽ ഒരു നാട്ടിലൊരു വിഘ്നക്കാരനായി മാറുന്ന ഒരു വിഷയം വരുന്നുണ്ട്. അത് മോനെ, അതൊക്കെ ഉണ്ടാവണാണ്. ദീനി രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളതൊക്കെ ഉണ്ടാവും. സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ തയ്യാറാവണ്ടേ? അതെ, ഇപ്പൊ അതിനിപ്പോ നമ്മളൊരു ചിലത് കൂടുതൽ നമുക്ക് ചർച്ചയിലേക്ക് അല്ല പോവാതിരിക്കലല്ലേ ചില നല്ലത്. അല്ല ചിലതിനൊക്കെ നമുക്ക് ഒന്നും മറുപടി പറയാതിരിക്കുമ്പേ അത് പിന്നെ സമസ്തയെ കൂടുതൽ ആളുകൾ സംശയിക്കുന്ന പൊതുജനങ്ങൾ ഒക്കെ ഉണ്ടാകുമല്ലോ. എല്ലാവരും പൂർണ്ണമായി സമസ്തയെ മനസ്സിലാക്കിയാലൊന്നും ആയിരിക്കൂല. അപ്പൊ അവരുടെ ഇടയിലും ഇതൊരു തെറ്റിദ്ധാരണയൊക്കെ ഇടവരും. പ്രത്യേകിച്ച് ഇപ്പോ ഉണ്ടായൊരു ഇതുണ്ടല്ലോ. എനിക്ക് വിഷയം എന്താ വെച്ചാൽ ഈ മുഷാവറ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇതായിട്ടാണ് ഞാൻ ഉസ്താദിനെ തന്നെ വിളിച്ചത്. സമസ്തന്റെ മുഷാവറായി വാഫി വഫിയ വിഷയത്തില് പിന്നെ ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ ഫൈനലായിട്ട്? അതൊക്കെ പത്രത്തിലും ഇതിലൊക്കെ വന്നതല്ലേ. അല്ല, അത് വന്നാണെങ്കിൽ ആ തീരുമാനം ഒന്നും ഇപ്പൊ സുപ്രഭാതത്തിലും ചന്ദ്രികയിലും ഒക്കെ വന്നിട്ടുണ്ടല്ലോ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏപ്രിൽ മാസം ആണ് ആദ്യം ഒരു തീരുമാനം കാര്യമായിട്ട് അത് എടുത്തത്. സുപ്രഭാതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എന്താ ചന്ദ്രികയിലും വെച്ചാൽ വന്നിട്ടുണ്ട്. അതെ, ആ തീരുമാനമൊന്നും ഇപ്പൊ നിലനിൽക്കുന്നില്ല എന്നുള്ള രൂപത്തിലാണ് ഇത് വരുന്നത്. ഒന്നാമത് വിഷയം എന്താ വെച്ചാൽ നമ്മളൊക്കെ നാട്ടിലെ സ്ഥാപനം അടക്കം അഥവാ സമസ്ത യോഗം വിളിച്ച് പിന്നെ മാനേജ്മെന്റിനോട് ഞങ്ങൾ തീരുമാനം എടുക്കാൻ പോവുകയാണ്, നിങ്ങളൊക്കെ സമസ്തന്റെ കൂടെ ഉണ്ടാകുമോ ഇല്ലേ എന്നൊക്കെ ചോദിച്ച് ഞങ്ങളോടൊക്കെ ഒപ്പിട്ട് വാങ്ങിയതാണ് സ്ഥാപനത്തിന്റെ ഒക്കെ. അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഇതിൽ CIC സിസ്റ്റത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ പലരെയും നമ്മൾ ജാമ്യയിൽക്കും നന്ദിയിൽക്കും SNECന്റെ കീഴിലൊക്കെ പലരെയും മാറ്റിയിട്ടുണ്ട്. അപ്പൊ അവരുടെ രക്ഷിതാക്കളോടൊക്കെ നമ്മൾ ഇതിന് മറുപടി അറിയാൻ നിർബന്ധിതരാണ്. നമ്മുടെ ഒരു ഇത് കാരണം നമ്മൾ പറഞ്ഞിട്ട് സംഘടനാ പ്രവർത്തകർ എന്ന നിലക്ക് പറഞ്ഞിട്ടാണല്ലോ അവരൊക്കെ അത് ചെയ്തത്. കാരണം അവസാന വർഷം മാത്രം മാറി ഞാൻ ബിരുദെടുത്ത കഴിഞ്ഞ തവണ നമ്മുടെ മറ്റു പല സ്ഥാപനങ്ങളിൽ നിന്നും ബിരുദെടുത്തവരൊക്കെ ഉണ്ട്. SNEC മാറിയിട്ട് സംസ്ഥന്റെ മറ്റു സ്ഥാപനങ്ങളിലേക്ക് മാറിയിട്ട്. അപ്പൊ അവരുടെയൊക്കെ ചോദ്യത്തിന്റെ മുന്നിൽ നമ്മൾ ഒരു ഉത്തരം മുട്ടിപ്പോകുന്നുണ്ട്. അഥവാ ആ തീരുമാനം അതെ, സമസ്ത എന്ന് പറഞ്ഞാലേ ഇപ്പോ സമസ്തക്ക് ഒരു തീരുമാനം എടുക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണം. സമുദായത്തിന്റെ ഭദ്രതയും പിന്നെ പ്രത്യേകിച്ച് വാഫി വിഷയത്തിലൊക്കെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് സമസ്തയും സമസ്തയുടെ നേതാക്കളും സമസ്തയുടെ പ്രവർത്തകരും ഒക്കെ ആയിട്ട് ഉണ്ടാക്കി വളർത്തി വന്നൊരു സംഗതിയാണ്. അപ്പോ അതിൽ ചില പ്രശ്നങ്ങൾ കണ്ടു, പല ഭാഗത്തുനിന്നും പല ആവശ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയും നേരിട്ട് പലരും എഴുതി സമസ്ത മുഷാവറക്ക് തരികയും ഒക്കെ ചെയ്തു. അതുമായി പല ചർച്ചകളും നടന്നു. അപ്പൊ എന്തൊക്കെ ചർച്ചകൾ നടന്നാലും നമുക്ക് തീരുമാനം എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ടേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളായിട്ട് ഉണ്ടാക്കിയ നമ്മുടെ പ്രവർത്തകരുടെ പണവും അവരുടെ അധ്വാനവും അതുപോലെ അതിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്നതൊക്കെ ഒരുപാട് ബഹുഭൂരിപക്ഷം നമ്മുടെ പ്രവർത്തനത്തിന്റെ നമ്മുടെ മാലിന്യങ്ങളുടെ മറ്റൊക്കെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനത്തെ ഒറ്റയടിക്ക് തകർക്കാനൊന്നും പറ്റില്ല, അല്ലെങ്കിലും തീരെ തകരാൻ പാടില്ല. അത് നല്ല നിലക്ക് നിലനിൽക്കണം എന്നാണ് സമസ്തയുടെ ആവശ്യം. എന്നാൽ അതിലിപ്പോ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ തിരുത്തണം. അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ തിരുത്തി ദീനിന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും സമസ്തയുടെ ഒക്കെ ആശയങ്ങളും ആ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഒക്കെ അംഗീകരിച്ച് പോവുക.
അതുകൊണ്ട് സമൂഹത്തിനും ആ സമസ്തക്കും പ്രശ്നങ്ങൾ സുന്നത്തിനാത്തിനും ഗുണം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വിധത്തിലാവണം. അപ്പൊ അതിന് അനുസരിച്ചൊരു തീരുമാനം സമസ്ത എടുത്തിട്ടുണ്ട്. അല്ല, അത് ശരി. പ്രശ്നങ്ങൾ തിരുത്തണം എന്ന് പറയുമ്പോൾ സമസ്ത എന്താ ആവശ്യങ്ങളാണ് മുന്നോട്ട് സമസ്ത വെച്ചത്? പല കാര്യങ്ങളും ആവശ്യപ്പെട്ടു. സമസ്ത എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ 4-ാം മാസത്തിലാണെന്ന് എന്റെ ഓർമ്മ, ഏപ്രിലായിരിക്കും. ഏപ്രിലിൽ എടുത്ത തീരുമാനം പിന്നെ സമസ്ത ഈ ചില കാര്യങ്ങൾ ഇത് സമസ്തയുടെ അണ്ടറിലായിട്ട് സമസ്തയുടെ അതിലുള്ള സ്വാധീനം ഇല്ലായ്മയാവുന്ന വിധത്തിൽ ഉള്ള ചില തീരുമാനങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായല്ലോ. അതിന്റെ അതെ, പിന്നെ ഇത് ഭരണഘടനയിൽ ചില സമസ്തക്കൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടായി. അതെ, അപ്പൊ നമ്മുടെ അതൊക്കെ സ്ഥാപനമൊക്കെ തിരുത്തി മാറാൻ കാരണം തന്നെ സമസ്തക്ക് ഇതിൽ റേറ്റ് ഇല്ല എന്നൊക്കെ ആ അക്കി വയസ്സ് പ്രസംഗിച്ച, പക്ഷെ അത് ഇപ്പോ അതിനു ആ മുമ്പ് അവര് തീരുമാനം ഒന്നും നിലനിൽക്കുന്നില്ല സെനറ്റിലൊക്കെ എന്നും ചില പറയുന്നുണ്ട്. തീരുമാനങ്ങളൊക്കെ അതാണ്. എടുത്ത് ഞാൻ പറഞ്ഞ കേൾക്ക്. അതെ, പിന്നെ അങ്ങനെയൊക്കെ ചില തീരുമാനങ്ങൾ എടുത്തു. അപ്പൊ അതൊക്കെ മാറി പൂർണ്ണമായി സമസ്തയുടെ നിയന്ത്രണത്തിലായി പോകാൻ ആവശ്യമായ വിധത്തിലുള്ള ചില കാര്യങ്ങൾ തീരുമാനിക്കുകയും അതോടൊപ്പം ഈ വിഷയങ്ങളിലൊക്കെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന അതിന്റെ ജനറൽ സെക്രട്ടറി അതിൽ നിന്ന് മാറി നിൽക്കും വേണം. സെക്രട്ടറി എന്നുള്ള നിലക്ക് മാത്രമല്ല, അദ്ദേഹം നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ ഒരു വിദ്യാഭ്യാസ സംവിധാനവുമായി സമസ്തക്ക് സഹകരിക്കാൻ കഴിയില്ല, ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കുകയും പിന്നെ മറ്റു ചില കാര്യങ്ങൾ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ആദ്യം വന്നത്. അത് തന്നെ പിന്നെ 7-ാം മാസം വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പിന്നെ ആ നിലക്കാണ് തീരുമാനം വന്നത്. അല്ല, ഈ സെക്രട്ടറിന്റെ എന്ന് പറയുമ്പോൾ അക്കീം ഫൈസി ഉസ്താദിനെയല്ലേ ഉദ്ദേശിച്ചത്? അക്കീം അതെ അതെ ഫൈസിനെ അതെ. മാത്രം അങ്ങനെ ഒരു വ്യക്തിക്കെതിരെ ഇങ്ങനെ പ്രശ്നമാക്കുമ്പോൾ അതൊരു അസൂയന്റെ ഭാഗമാണെന്നൊക്കെ ഉള്ള ഒരു ഇതാണല്ലോ വരുന്നത്. നാട്ടിലൊക്കെ സംസാരിക്കാൻ ഒരു ആരോട് വ്യക്തിയുടെ ആർക്കാ ഈ മറ്റു അസൂയ, ആരോടാ ഈ സംവിധാനങ്ങളെ അസൂയ? മുകളിൽ ഇത് വളരുമ്പോ എന്താ എന്നുള്ള. ഈ അതൊക്കെ ഇങ്ങനെ ഒരു തരം പറച്ചിൽ, അതിനൊക്കെ ഒരു കൃത്യമായ കാരണങ്ങളുണ്ട്. വെറുതെ അല്ല. അതായത് ഇതെല്ലാം നമ്മളിത് കൂടുതൽ പറഞ്ഞത് ഇനി എന്തെങ്കിലും യോജിക്കുകയാണെങ്കിൽ അത് യോജിക്കുമ്പോൾ മറക്കാൻ കഴിയാത്ത കാര്യങ്ങളാവരുതല്ലോ. അതെ, അതുകൊണ്ട് നമ്മൾ കൂടുതൽ പൂർണ്ണമായി പുറത്ത് പറയുന്നില്ല. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഈ ഹക്കീം ഫൈസി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെതായ ചില നിലപാടുകളും ചില സംസാരങ്ങളൊക്കെ നമ്മളൊക്കെ കേട്ടതല്ലേ. കേട്ടത് ഇനി കേൾക്കാൻ ബാക്കിയുള്ളത് കുറെ ഉണ്ട്. നമ്മളൊക്കെ മറ്റു വിദ്യാർത്ഥികളിൽ നിന്നും മറ്റൊക്കെ അറിഞ്ഞിട്ടുള്ള ഇതൊക്കെ ഈ വിദ്യാർത്ഥികൾക്കുള്ള രഹസ്യമായി അവർക്ക് കൊടുക്കുന്ന ക്ലാസ്സുകളിലൂടെ ഇതൊക്കെ കൊടുക്കാറുണ്ട്. ആ കൂട്ടത്തിലൊന്ന് പുറത്തു വന്ന് നിങ്ങൾ കേട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പിന്നെ 23 വർഷം കൊണ്ട് 600 പേജല്ലടോ പഠിച്ചത് എന്ന് പറയുന്നത് ഒരു 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 സാധാരണ മുസ്ലിം പറയേണ്ട വാക്കാണോ അത്? ആ അല്ല, നിലക്കൊക്കെ പറയാ. പക്ഷെ ഞാൻ അല്ല, പറയട്ടെ, ആ, ഞാൻ പറഞ്ഞ ഫുള്ള് കേൾക്ക്. ആയിക്കോട്ടെ. അതായത് പിന്നെ അങ്ങനെ പറയണം, അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പഠനത്തെ ഈ ഭൗതികമായ നമ്മുടെ വിദ്യാഭ്യാസ പഠനത്തോട് തുലനം ചെയ്യാൻ തന്നെ പാടില്ലല്ലോ. വമാ കുന്ത അല്ല, തദ്രി മൽ കിതാബു വലൽ ഈമാൻ എന്ന് അള്ളാഹ് പറഞ്ഞത്. ആ നിലക്കുള്ള ഒരു വിദ്യാഭ്യാസം എന്ന ഒരു പരിപാടി തങ്ങൾക്ക് ഉണ്ടായിട്ടേ ഇല്ല. മറിച്ച് അല്ല, അള്ളാഹു നേരിട്ടോ അല്ലെങ്കിൽ ജിബ്രീൽ മുഖേനയോ സുള്ളാടെ കൽബിലേക്ക് അതാണ്ട് സന്നിവേശിപ്പിക്കണം. അവിടെ ഒരു 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 ഹർഫ് ആയാൽ തന്നെ ആ അറിവ് എത്ര വലുതാ. അതിനെ ഇതിനോട് തുലനം ചെയ്യാന്നുള്ള ഒന്നാമത്തെ പ്രശ്നം. ഇത് എത്ര അപകട, ഇതിനൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അല്ല, അത് സമൂഹം അല്ല, എത്തി എന്ന് പറഞ്ഞാൽ തന്നെ എത്ര അല്ല, വലിയ അത് അപകടം. അല്ല, സ്വന്തം കുട്ടികളെ മുന്നിൽ നിങ്ങൾ എത്രയൊക്കെ പഠിച്ചിട്ടും അതുകൊണ്ട് സമുദായത്തിന് ഗുണം ഉണ്ടാകുന്നില്ല. അപ്പൊ അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നതിന് മുന്നേ തൊട്ട് മുന്നേ തന്നെ പറയണ്ട, ആ ക്ലിപ്പ് നമ്മൾ കണ്ടതിലുണ്ട്, ഇതിങ്ങനൊക്കെ പറയാൻ പറ്റുമോന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാ തുടങ്ങുന്നത്. പിന്നെ ഞങ്ങൾ അതിന്റെ പിന്നാലെ അതന്നെ ഇങ്ങനെ അതന്നെ സമസ്ത കൂ- പറയണത്. ഇങ്ങനെ അത് ഏതൊരു പ്രാഥമികമായ മുസ്ലിമിനും അറിയേണ്ട കാര്യമാണ്. അതൊന്നും അറിയാത്ത ഒരാള് ഇത്രയും വലിയൊരു വിദ്യാഭ്യാസ പദ്ധതിക്ക് നേതൃത്വം നൽകാൻ പറ്റൂല. അങ്ങനെ നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അതൊക്കെ അറിയുന്ന ഇതുപോലെയുള്ള നല്ല സമസ്ത പോലെയുള്ള സംഘടനയെ അംഗീകരിച്ചുകൊണ്ട് ഇങ്ങനൊക്കെ വല്ല വീഴ്ച വന്നാൽ അതിന്റെ അടുത്ത് വന്നൊരു വീഴ്ചയാണ് എന്നൊക്കെ സമ്മതിക്കാവുന്ന ഒരു മാനസികാവസ്ഥ വേണം. അതുകൊണ്ട് നിയന്ത്രണം വേണം. ഇതൊന്നും അറിയാത്ത ഒരാള്, ഒരു സാധാരണ മുസ്ലിമിന് അറിയേണ്ട കാര്യങ്ങൾ, നുബൂവത്തിന്റെ മഹത്വം അറിയേണ്ട ആളുകൾ, നുബൂവത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ് നേരിട്ട് കൊടുക്കുന്ന ഒരു തരം പ്രത്യേകമായ ഒരു വിഷയമാണല്ലോ അത്. ആ ഒരു മാത്രമല്ല, അമ്പിയാക്കള് നുബൂവത്തിന്റെ മുമ്പ് തന്നെ അവർ ഔലിയാക്കളാണ്. ആ നിലക്കുള്ള മാരിഫുകൾ അവർക്കുള്ളവരല്ലേ. അതൊക്കെ അറിഞ്ഞുകൊണ്ട് പറയുന്ന അറിയുന്ന നേതൃത്വം പറ്റുന്ന ആളെ ഇതിന് നേതൃത്വം നൽകാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ പറഞ്ഞു ഇതിന് സമസ്തയുടെ ഒരു നിയന്ത്രണം വേണം. സമസ്തയുടെ നിയന്ത്രണത്തിലും പണ്ഡിതന്മാരുടെ നിയന്ത്രണത്തിലും ഒക്കെ ആയിട്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അല്ല, അത് അവർ മുന്നിട്ടിറങ്ങാൻ അവസാനം പാടുള്ളൂ. അംഗീകരിച്ചില്ലേ? ഇദ്ദേഹത്തെ മാറ്റി നിർത്തി പുതിയ ഒരാളെ ഉബൈദുള്ള ഫൈസി എന്ന് പറയുന്ന ഉസ്താദിനെ ജനറൽ സെക്രട്ടറി ആക്കുകയും ചെയ്തു. ഇത് മാത്രമല്ല, അവർ പറഞ്ഞ സമസ്ത ആവശ്യപ്പെട്ട എല്ലാം അംഗീകരിച്ച് പിന്നെ സമസ്ത കത്ത് കൊടുത്തിട്ടു അതൊക്കെ തള്ളി അതായത് എന്നാണ് ഇത് കേൾക്കുന്നത്. അഥവാ ഇത് ഞങ്ങൾ ഇതൊക്കെ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ അക്കീം ഫൈസിനെ മാറ്റുകയും ചെയ്തു. സമസ്തയുടെ തീരുമാനം വളരെ കരുതലോടെ എടുത്തിട്ടുള്ളതാണ്. അദ്ദേഹം നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ എന്നാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും പങ്കാളിത്തം ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം.
മാത്രമല്ല ഇത് മാറ്റുക എന്ന് പറഞ്ഞാൽ പിന്നെ അതോടുകൂടെ സമസ്തക്കും കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാളെ അതിന്റെ മുന്നിൽ വെക്കും വേണമല്ലോ, അപ്പോഴല്ലേ ഇതിന് പരിഹാരമാകുന്നത്. അതും സംഭവിച്ചില്ല, അതാണ് അതിലുള്ള വിഷയം. അതോ പോട്ടെ, അക്കീം അത് ഫൈസിയെ പക്ഷെ മാറ്റിയിട്ട് രണ്ടാമത് ഇപ്പോഴെങ്കിലും നിയമിച്ച അയാൾ ആളെ സമസ്ത നിർദ്ദേശിച്ച ആളല്ല. സമസ്ത നിർദ്ദേശിച്ച ആളല്ല. ആ, സമസ്ത പിന്നെ അവിടെ പിന്നെ മൂപ്പരെ മാറ്റി എന്നതല്ലാതെ പിന്നെ വെക്കുന്ന കാര്യത്തില് മുഷാവറത്ത് ചെയ്തിട്ടില്ല എന്നാണ് എന്റെ അറിവ്. അല്ലാഹു അലം. അതെന്തോ ആവട്ടെ. പിന്നെ ഇപ്പോഴും അദ്ദേഹത്തിന് പങ്കാളിത്തം ഉണ്ടല്ലോ. ഇപ്പൊ മിനിഞ്ഞാന്ന് പോലും അദ്ദേഹം പിന്നെ ഇതിന്റെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നു. അദ്ദേഹം തന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല അവരൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഉസ്താദിനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു പരിപാടിക്ക് ഞങ്ങൾ ഉണ്ടാവൂല അല്ല, എന്ന് അത് കഴിഞ്ഞ കൃത്യമായി ദിവസം പറയുന്നുണ്ടല്ലോ. ഇവിടെ സന്നദ്ധാനത്തില് സാദിഖ് അലി തങ്ങളിൽ നിന്ന് പോലും സനത് വാങ്ങില്ല എന്നൊക്കെ കേട്ടു. ഉള്ളതാണോ എന്ന് അറിയില്ല. വഫിയ ആ, സന്നദ്ധാനത്തിൽ നിന്ന് ആ. സാദിഖ് അലി തങ്ങൾ സനത് സ്വീകരിച്ചില്ല, ഉസ്താദിൽ നിന്ന് വേണം എന്നൊക്കെ പറഞ്ഞു എന്ന്. അത് അവരുടെ അത് അങ്ങനെ ശിഷ്യന്മാരിൽ പാടില്ല. നിന്നുള്ള ഒരു നമുക്ക് സ്വാധീനമായിരിക്കും. പക്ഷെ പിന്നീടൊക്കെ ഇതൊക്കെ അല്ല, ഒരു ചർച്ച ചെയ്തിട്ട് സി പരിഹരിച്ചൊക്കെ ഐ സി വരികയാണെങ്കിലൊക്കെ ഓക്കെ. അതെ, ആ CIC സിസ്റ്റം ഞങ്ങൾ സമസ്ത പറഞ്ഞതെല്ലാം അംഗീകരിച്ചു എന്ന് പറഞ്ഞ് എഴുതി പലതവണ കത്ത് കൊടുത്തിട്ട് അതൊക്കെ സമസ്ത തള്ളി അങ്ങനെ ഒരു എന്നാണ് കത്ത് പറയുന്നത്. ഇതുവരെ സമസ്തക്ക് കിട്ടിയതായിട്ട് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല. ഞാൻ അതിന്റെ മുഷാവറയിലുണ്ട്. പിന്നെ അതെ, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചക്ക് ഉള്ള ഒരു സമിതിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലും ഉണ്ട് അങ്ങനെ ഒരു ലെറ്റർ. അതായത് സമസ്ത അവരെ അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ, ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വീണ്ടും അത് അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ സമസ്തനെ പൂർണ്ണമായി ഇങ്ങോട്ടും അംഗീകരിക്കണ്ടേ? അതാർക്കും അറിയാവുന്ന അതെ. കാര്യമല്ലേ. ആ അത് സമസ്ത അങ്ങനെ സമസ്തനെ അംഗീകരിക്കുക. സമസ്ത വിഭാവന ചെയ്യുന്ന ഇസ്ലാമിനെ അല്ലെ സുന്നത്തമായത്തിനെ എന്നല്ല, സമസ്ത എന്ന് പറയുന്ന ആ സംഘടനയെ അതിന്റെ സംഘടനാപരമായിട്ട് തീരുമാനങ്ങളെ അംഗീകരിക്കുക. അംഗീകരിക്കാം എന്ന് ഒരു എഴുത്ത് ഇതുവരെ കിട്ടിയതായിട്ട്, എന്നല്ല സമസ്ത ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് അംഗീകരിച്ചിട്ടുള്ള ഒരു അല്ലാതെ ലെറ്റർ മീഡിയകളിലൊക്കെ കിട്ടിയതായിട്ട് വന്നൊരു ഞാൻ 8 അറിഞ്ഞിട്ടില്ല. 10 നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ആ നിർദ്ദേശങ്ങളൊന്നും അംഗീകരിച്ചിപ്പോഴും CIC കത്ത് തന്നിട്ടില്ല എന്നാ അങ്ങനെ പറയുന്ന കത്ത് ഉസ്താദ്. തന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെ സംഭവത്തിന്റെ ഇടയ്ക്ക് പലപ്പോഴും ഞങ്ങൾക്ക് ഇരുന്ന് ഇപ്പോൾ കിട്ടിയ കത്തുകളൊന്നും അങ്ങനെയല്ല. അങ്ങനെ മുഷാവറയിലൊന്നും ഒരു അത്തരം ചർച്ച വന്നിട്ടേ ഇല്ല കത്ത് അതായത് ലഭിച്ചിട്ട്. കിട്ടിയ കത്തുകൾ ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതിപ്പോ അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഇങ്ങനെ ഈ പറയുന്ന പോലെ സമസ്ത പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കത്ത് ഇതുവരെ വന്നിട്ടില്ല. മാത്രമല്ല എന്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞ അതൊക്കെ ഒന്നുകിൽ അംഗീകരിക്കില്ല എന്ന് പറയണമെങ്കിൽ ഇതിനൊരു അന്തിമ തീരുമാനം വരും, അല്ലെങ്കിൽ അംഗീകരിക്കും എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും അല്ലാതെ ഇട്ട് കളിപ്പിക്കുന്ന ഒരു തരം കത്തുകളാണ് ഇതുവരെ വന്നിട്ടുള്ളത്. അഥവാ ഞങ്ങൾ പിന്നെ സംഘടനാപരമായിട്ട് അംഗീകരിക്കില്ല എന്നുള്ള രൂപത്തിലാ പറയുന്നത്. അങ്ങനെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അഥവാ ആദർശം അംഗീകരിക്കുന്നുള്ളത്. അപ്പോ ആദർശം കാന്തപുരം അംഗീകരിക്കാന്ന് ഇപ്പൊ ആർക്കും വിഭാഗമൊക്കെ പറഞ്ഞൂടെ? ഇവിടുത്തെ എല്ലാ കാന്തപുരം സുന്നികൾക്കും വിഭാഗമൊക്കെ പറയാലോ. എന്നിട്ട് പറയുമ്പോൾ ആ അവരുടെ ആദർശം തന്നെയാണ് സുന്നി ആ എന്നുള്ളത്. സംഘടനാപരമായിട്ട് KYC പറഞ്ഞോണ്ട് റേറ്റ് സമസ്തക്ക് ഉണ്ടാവില്ല എന്ന് തന്നെ. ആ ഒരു തത്വത്തെ ആ ഒരു ശൈലിയിലാണ് പിന്നെ വന്ന കത്തുകളൊക്കെ എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ളത്. ആ. അപ്പോ പിന്നെ അതുകൊണ്ട് ഇപ്പോ തന്നെ അത് നമ്മൾക്ക് പൊതുവില് അതിനെപ്പറ്റിയൊക്കെ ചർച്ച വരുമ്പോൾ അത് നമുക്ക് തങ്ങളോട് കാര്യം ബോധ്യപ്പെടുത്താം എന്ന നിലക്ക് പറഞ്ഞ് പിരിയലാണ്. അതെ, അല്ലാതെ ഇത് നമുക്ക് അംഗീകരിക്കാൻ അഥവാ പറ്റില്ല മുൻപ് എന്നുള്ളതാണ്. ഇപ്പോഴും നിങ്ങൾ CIC-യുമായിട്ട് ഒരു വാക്കുകൾ കേട്ടോളേ. പിന്നെ ഈ സമസ്ത പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചിട്ട് ഒരു കത്ത് തന്ന അവസാനിക്കാവുന്ന വിഷയമുള്ളോ ഇത്? കൃത്യമായിട്ട് അഥവാ സമസ്തനെ സമസ്ത അംഗീകരിക്കണം. മുന്നോട്ട് വെച്ച ആ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചൊരു കത്ത് തന്ന ഈ CIC ആ വിഷയമൊക്കെ കൃത്യമായി പരിഹരിക്കപ്പെടും. അവസാനിക്കാവുന്ന വിഷയമുള്ളോ ഇത്? ഇപ്പൊ അത് ഈ ഇൻഷാ അള്ളാ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനൊക്കെ അതെ, ഉണ്ടാവാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇപ്പൊ വിളിക്കാൻ തന്നെ കാരണം അതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ നാട്ടിലെ ഗ്രൂപ്പിലൊക്കെ സ്ഥാപനത്തിന്റെ ഗ്രൂപ്പിലൊക്കെ സാദിഖ് അലി തങ്ങളുടെ പേരിലുള്ള ഒരു വീഡിയോ, പേരിലല്ല സാദിഖ് അലി തങ്ങളുടെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അഥവാ ഇതൊക്കെ എപ്പോഴും സമസ്തന്റെ കീഴിലാണ്, സമസ്തീനെ എതിർത്തിട്ടില്ല, മുഷാവറയിലുള്ള ആരും തന്നെ അതിനെതിരെ അങ്ങനെ അത് കുട്ടി പറഞ്ഞിട്ടുമില്ല, അതൊന്നും നമ്മളെ സാധിക്കലി സമസ്തന്റെ തങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് രേഖകളിലൊന്നും ഇങ്ങനെ ഒന്നും കാണാൻ കഴിയില്ല എന്ന് വരുമ്പോ നമുക്ക് എന്താ തങ്ങൾ അങ്ങനെ പറയുമ്പോ അതിനെ നമുക്ക് ഒരു രീതിയിലും അല്ല, അത് പ്രതിരോധ നമ്മൾ തങ്ങൾ പറഞ്ഞതിന് അതിൻ്റെതായ അർത്ഥത്തിൽ നമ്മൾ കാണണം. തങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയൊരാളല്ലേ. അതെ, മൂപ്പര് ഒരുപാട് വലിയ സമുദായത്തിന്റെ നേതാവാണ്, വലിയ ഉത്തരവാദിത്തമുള്ള ആളാണ്. മാത്രമല്ല ഇതൊക്കെ നല്ല നിലക്ക് കൊണ്ടുപോവാൻ പരമാവധി അങ്ങേയറ്റം വരെ ശ്രമിക്കുക എന്നുള്ളതാണ് തങ്ങന്മാരുടെ ഒക്കെ ഉത്തരവാദിത്വം. അവർ ആ നിലക്ക് ശ്രമിക്കുന്നതിന് മൂപ്പര് പറഞ്ഞത് ശരി തന്നെയല്ലേ. മൂപ്പര് പറഞ്ഞ എന്താ, സമസ്തയുടെ കീഴിലാണ് ഇതൊക്കെ ഉണ്ടായത്, ശരിയല്ലേ? സമസ്തനെ ഇതിനെ വളർത്തിയതും ഇതിനെ അല്ല, ഇപ്പോഴും പരിപോഷിപ്പിച്ചതും സമസ്തന്റെ ഇപ്പോഴും കീഴിലാന്നുള്ള ഒരു ധ്വനി അതിന് ഇപ്പോ അത് വരുന്നുണ്ട്. ആ പറയുന്ന മൂപ്പര് അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരിക്കും. മാത്രമല്ല ഒരു ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഒന്ന് രണ്ട് സ്ഥാപനങ്ങളിൽ എന്റെ അറിവ് അനുസരിച്ച് നടക്കുന്നിടത്ത് സമസ്ത എന്തൊക്കെ ആവശ്യപ്പെട്ടോ അത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ അതേപടി തന്നെ നടത്തുള്ളൂ എന്നും പറഞ്ഞിട്ടാ പലരും നടത്തുന്നത്. അതായത് സമസ്ത ആവശ്യപ്പെട്ട പല കാര്യങ്ങളുണ്ടല്ലോ.
ഞാൻ പിന്നെ പേരെടുത്തൊന്നും പറയുന്നില്ല. ഇപ്പോ ഒരു ചില സ്ഥാപനങ്ങളിലൊക്കെ ഞങ്ങൾ പുതിയവരെ എടുക്കുന്നില്ല, പഴയത് അന്നുകൊണ്ട് പൂർത്തീകരിച്ചു കൊള്ളട്ടെ, അല്ലെങ്കിൽ കാരണം മാറ്റിയ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് വരും, മാറ്റാൻ പ്രശ്നമില്ലാത്തവർ മാറ്റി, അല്ലാത്തവര് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഈ കുട്ടികളുടെ ഭാവി പഠനത്തിനൊക്കെ ബാധിക്കും എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ആ നിലയ്ക്ക് ഉള്ളതാണ്ട് പൂർത്തീകരിക്കുക, പുതിയത് ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് ഈ പറയുകയും അത് സംഘടനന്റെ അല്ല, ഞാൻ പറഞ്ഞ മുഴുവൻ കേൾക്ക്. അത് ആയിക്കോട്ടെ. പിന്നെ അതിന് ഈ സമസ്ത എന്തൊക്കെയാണോ പറഞ്ഞത്, ഈ സിലബസ് സംബന്ധമായിട്ടും പിന്നെ ഈ കെമിസ്ട്രി സംബന്ധമായിട്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ഞങ്ങൾ അംഗീകരിച്ചിട്ടേ മുന്നോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ സയ്യിദുൽ സമ്മതം കൊടുത്തവരുണ്ട്. അതുപോലെ അങ്ങനെ കാരണം ഇത് അന്തിമമായി CIC-യുമായി ഇനി ഒരു നിലക്കും ബന്ധപ്പെടാൻ കഴിയില്ല എന്നല്ലല്ലോ സമസ്ത തീരുമാനിച്ചത്. ഈ കാര്യങ്ങൾക്ക് കൃത്യത വരണം. ആ കൃത്യത വരുന്നത് വരെ ബന്ധമില്ല എന്നാണല്ലോ. ആ കൃത്യത വരുത്താൻ വേണ്ടി നേതാക്കൾ, ഇപ്പൊ ഞാനടക്കമുള്ള ആളുകൾ ഇരുന്നിട്ട് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളും പിന്നെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും പിന്നെ സയ്യിദ് ആരിഫ് എന്താണ് ആബിദ് ഹുസൈൻ തങ്ങളും അങ്ങനെയുള്ള ആളുകൾ, അവിടുന്ന് 4 ആളുണ്ടായിരുന്നു. സമസ്ത നേതാക്കളുണ്ട്, ആ കൂട്ടത്തിൽ ഞങ്ങളൊക്കെ ഉണ്ട്, സമസ്തയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ എന്നുള്ള നിലക്ക്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് എങ്ങനെ നമുക്ക് നല്ല നിലക്ക് കൊണ്ടുപോകാൻ കഴിയും, അതിനാവശ്യമായ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും 10ഓളം കാര്യങ്ങൾ ഇരു കൂട്ടരും ചർച്ച ചെയ്ത് തീരുമാനിച്ച് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദും ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ ഒപ്പുവെച്ച ഒരു മാറ്റർ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അംഗീകരിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ നമുക്കത് അവരുമായുള്ള ബന്ധം ഒഴിവാക്കാം എന്നൊക്കെ അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതുണ്ട്. അപ്പോ അങ്ങനെ ഒക്കെ, പക്ഷെ പിന്നീട് അത് നടന്നില്ല. പക്ഷെ ഇപ്പോഴും അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ഭാഗമായിട്ടാണോ തങ്ങൾ ആ പ്രസംഗത്തെ നമ്മൾ കാണേണ്ടതെന്നാ പറയുന്നത്? അങ്ങനെയാണ് കാണേണ്ടത്. അതായത് തങ്ങള് അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ആഗ്രഹം തന്നെയാണ്. ഇത് സമസ്തയായിട്ട് ഉണ്ടാക്കിയതാണ്, സമസ്തയുടെ സ്ഥാപനത്തിൽ തുടങ്ങിയതാണ്, സമസ്തയുടെ പ്രവർത്തകരുടെ സജീവമായ ഇടപെടലുകളോട് വളർന്നതാണ്. അതുകൊണ്ട് ഇത് സമസ്തയുടേതായിട്ട് തന്നെ നിലനിൽക്കണം. അതിനുള്ള ശ്രമങ്ങൾ മൂപ്പര് പല ഭാഗത്തും അവിടെ തന്നെ, ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല, അവിടെ തന്നെ പല സംഭവങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ വിശദമായി ചോദിച്ചാൽ അറിയാം. അപ്പോൾ മൂപ്പര് അത് പരമാവധി സമസ്തയുടെ ആവശ്യങ്ങളെ അംഗീകരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുള്ള ഒരു സൂചനയാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടതൊന്നും അംഗീകരിച്ച് തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളെ സമസ്തനെ സംബന്ധിച്ചിടത്തോളം ആ തീരുമാനം അതേപടി നിലനിൽക്കുന്നു, ബന്ധമില്ല എന്നുള്ളത്. എന്നാൽ ഈ ഒരു സാധ്യത മസ്ലഹത്തിനും ഇനി വീണ്ടും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം വീണ്ടെടുത്ത് നല്ല നിലക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നു എന്നൊരു ശുഭ വാർത്തയായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അവരൊക്കെ അങ്ങനെയും ശ്രമിക്കുക. അവരൊക്കെ എന്നും ഈ സമുദായത്തിന്റെ ഐക്യത്തിനും മസ്ലഹത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ കണ്ടാൽ മതി. അല്ല, അപ്പോ സമസ്തന്റെ താല്പര്യം ഇപ്പോഴും നല്ല എപ്പോഴും പിന്നെ ഈ CIC സംസ്ഥാന സംവിധാനത്തിന്റെ കീഴിൽ തന്നെ ആവണം. അതെ, അത് സമസ്തക്കും സുന്നത്ത് ജമാഅത്തിനും പൂർണ്ണമായി ഗുണകരമാവുന്ന വിധത്തിൽ അതാവണം. അങ്ങനെ നിലക്കണം. അതിന് അങ്ങനെ വന്നാൽ പൂർണ്ണമായ പിന്തുണ, അതെ, പൂർണ്ണമായ പിന്തുണ സമസ്ത നൽകും. പക്ഷെ നിലവിൽ അങ്ങോട്ട് എത്തിയിട്ടില്ല. ഇതുവരെ സമസ്ത പറഞ്ഞ കാര്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല. ഇത് വസ്തുതയാണ്. അങ്ങനെ ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ തീരും. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഞങ്ങളെല്ലാം അംഗീകരിച്ചു എന്ന് പറയുന്നവരോട് നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ആ ലെറ്ററിന്റെ ഒരു കോപ്പി ഇതൊക്കെ പുറത്തു വിടാറുണ്ടല്ലോ. അപ്പോ അതൊന്ന് കോപ്പി തന്നാൽ നമുക്ക് സംശയം തീരുമല്ലോ. അങ്ങനെ ഒരു സംഗതി ഇല്ല. അതിലൊക്കെ അതിന്റെ ഒരു വിശദീകരണത്തിലേക്ക് ഞാൻ പോയാൽ കൂടുതൽ മോശം. നമ്മൾ ഇനിയും ഹൈറ് പ്രതീക്ഷിക്കുന്നതുകൊണ്ട്, നന്മ വരട്ടെ, ഇതൊക്കെ നല്ലതായിട്ട് ആവട്ടെ എന്ന് വിശദീകരിക്കുന്നതുകൊണ്ട് ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറെ കാര്യം പറഞ്ഞതാണ്. നമ്മൾ കുറെ കാര്യങ്ങൾ പറയാതിരിക്കുന്നതും അതുകൊണ്ടാണ്. ആയിക്കോട്ടെ, സംസാരത്തിൽ എന്തെങ്കിലും അവിവേകം വന്നെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, നമ്മളെ പണിയെടുക്കുക, നമ്മളെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന നേതാക്കള്. പിന്നെ സമസ്ത എന്നൊക്കെ പറഞ്ഞാല് അതൊരു പണ്ഡിത സഭയാണ്. അതിന് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ തീരുമാനിക്കും. പിന്നെ കാര്യങ്ങൾ ചെയ്യേണ്ട മറ്റുള്ളവരാണ്. നമുക്കിത് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. അത് അതിനുള്ള അധികാരങ്ങളുള്ളവരല്ല നമ്മളൊന്നും. നമ്മൾ ജനങ്ങളോട് കാര്യങ്ങൾ അറിയിച്ചു. പിന്നെ കാര്യങ്ങളെ മനസ്സിലാക്കി വേണ്ട വിധത്തിൽ ചെയ്യേണ്ടത് രക്ഷിതാക്കളാണ്, മാനേജ്മെന്റ് ആണ്, അതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് അത്ര കണ്ടാൽ മതി ആ വിഷയം കേട്ടോ. പ്രശ്നം പെട്ടെന്ന് പരിഹരിച്ച് നല്ല രീതിയിലാകട്ടെ. ഓക്കെ, ഓക്കെ. ഓക്കെ.